നമസ്കാരം. വാസ്തവം വാസ്തുശാസ്ത്രം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം സുജി ചേരുകയാണ്. നമസ്കാരം. ഇന്നത്തെ ചോദ്യം: വീടിനോട് ചേർന്ന് പട്ടികൂട് ചെയ്യുമ്പോൾ വീടിന്റെ ഏത് ഭാഗത്താണ് വരേണ്ടത്? പട്ടികൂട് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. ചോദ്യം നല്ലതാണ്. അത് വായുഖണ്ഡം എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് പട്ടികൂടുകളൊക്കെ ചെയ്യേണ്ടത്. ഇത് ഞാൻ ഒരു ചിത്രത്തിലൂടെ വ്യക്തമാക്കി തരാം. ഇത് നമ്മുടെ ഭൂമി എന്ന് സങ്കല്പിക്കുക. ഇത് കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഇതിൽ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു രേഖ വരും. അതിനെ കർണസൂത്രമെന്നും, തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു രേഖ വരുന്നതിന് മൃത്യുസൂത്രം എന്നും പറയും. പിന്നെ കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരുന്ന ബ്രഹ്മസൂത്രം, വടക്ക് നിന്ന് തെക്കോട്ട് യമസൂത്രം. ഇങ്ങനെ ഇതിനെ ഖണ്ഡങ്ങളായി തിരിക്കാം. ഇതിൽ വടക്ക് പടിഞ്ഞാറുള്ള ഈ ഖണ്ഡത്തിനെയാണ് വായുഖണ്ഡം എന്ന് പറയുന്നത്. ഈ വായുഖണ്ഡത്തിലാണ് പട്ടിക്കൂട് വരേണ്ടത്. ഈ ചതുരം നമ്മുടെ ഭൂമിയാണെന്ന് സങ്കല്പിക്കുക. ഇതിൽ ഈ ഭാഗത്താണ് വീട് വയ്ക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ പട്ടിക്കൂട് വരേണ്ട ഒന്നാം സ്ഥാനം ഇതാണ്. ഇത് രണ്ടാം സ്ഥാനമായി വരും. അടുത്തത് മൂന്നാം സ്ഥാനം ഇവിടെ, നാലാം സ്ഥാനം ഇവിടെ. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഈ മൃത്യുസൂത്രം എന്ന് പറയുന്ന സൂത്രത്തിൽ ഈ പട്ടിക്കൂട് വരാനും പാടില്ല. ഇങ്ങനെ ചെയ്താൽ ഒരു ഗുണമുള്ളത്, പട്ടിയുടെ ആ വേസ്റ്റ്, അതിൻ്റെ മലമൂത്രങ്ങളൊക്കെ ഈ വായുഖണ്ഡത്തിലാകുമ്പോൾ കുഴപ്പമില്ല. ഈശാന ഖണ്ഡത്തിലോ അഗ്നിഖണ്ഡത്തിലോ നിരവധി ഖണ്ഡത്തിലോ വരാൻ പാടില്ല. യാത് ദർശനമുള്ള വീടിനായാലും ഈ വായുഖണ്ഡത്തിലായിരിക്കും ഏറ്റവും നല്ലത് പട്ടിക്കൂടിന്. പട്ടിക്കൂട് ചെയ്യുന്നതിന് കൃത്യമായ അളവുകളുണ്ടോ, അതോ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്യാമോ? കൃത്യമായ അളവുകളുണ്ട്. ഇപ്പോൾ ഇഷ്ടത്തിനൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടെറസ് വീടുകൾ ചെയ്യുന്നിടത്ത് ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പഴയ കാലത്ത് അതിന് കൃത്യമായ അളവുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും വൃഷഭയോനി, ധ്വജയോനി, ഗജയോനി, സിംഹയോനി എന്നീ 4 ചുറ്റളവുകളിലാണ് യാതൊരു കണക്കുകളും ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ട് അങ്ങനെയാണ്. അതിൽ സിംഹയോനി പട്ടിക്കൂടിന് പാടില്ല. കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, സിംഹയോനി പട്ടിക്കൂടിന് പാടില്ല. അല്ലാതെ വൃഷഭയോനി, ധ്വജയോനി, ഗജയോനി ഇത് 3 പട്ടിക്കൂടിന് എടുക്കാവുന്നതാണ്. വൃഷഭയോനി ആയിരിക്കും ഉത്തമം. ധ്വജയോനിയും കുഴപ്പമില്ല. ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്. വൃഷഭം, കാള, പശു എന്ന് പറയുന്നത് അതാണ്. ആ 3 യോനികളിലും ചെയ്യാം. പണ്ട് കാലത്ത് ആ ചുറ്റളവിലേ ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു അറിവുള്ള ഒരു സ്ഥപതിയെ കണ്ട് അവർ തരുന്ന അളവിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. പട്ടികൂട് ചെയ്യുന്നതിൽ പലർക്കും സംശയമുണ്ടായിരിക്കാം. ഇതിലൂടെ ഈ സംശയം ദൂരീകരിച്ചതിന് നന്ദി. നമസ്കാരം.